വിജയുടെ വാക്കുകൾ എത്തരത്തിലായിരുന്നു? കരൂർ അപകടത്തിന് ശേഷം ആദ്യമായി വിജയ് ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ TVKയും വിജയ്ക്കും ഈ ദുരന്തത്തിൽ നേരിട്ട് യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന് കാരണം വിജയോടുള്ള സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ ഈ റാലിക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ സ്നേഹം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആ ആൾക്കൂട്ടത്തെ കാണേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരുടെയും ജീവൻ സുരക്ഷിതമല്ലാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ദുരന്തത്തിൽ വലിയ ദുഃഖമുണ്ട്, അഗാധമായ വേദന ഹൃദയത്തിനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പിന്നീട് വിജയ് പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് 4.5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ സന്ദേശമാണ്. അതിൽ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഈ അപകടത്തിൽ, കരൂർ അപകടത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സംശയം അദ്ദേഹം സംശയത്തിന്റെ ഒരു ധ്വനിയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന് കാരണം വിജയ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇത്രത്തോളം ആളുണ്ടായി, അവിടെ അത്തരത്തിലൊരു അപകടമുണ്ടായി എന്നുള്ളതിൽ സംശയമുണ്ട്. നമ്മൾ തെറ്റായി ഒന്നും ചെയ്തില്ല, പക്ഷേ നമ്മൾക്കെതിരെയാണ് FIR വന്നിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വിജയ് പറഞ്ഞു വെക്കുന്നതിൽ ഈ കരൂർ ദുരന്തത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ട്. അത് നേരത്തെ തന്നെ TVK ആരോപിച്ചതാണ്. ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ ഉള്ള കാരണം അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ തന്നെ TVK ഉന്നയിച്ചതാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ വിജയും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഒരു അപകടമുണ്ടായി, മറ്റു സ്ഥലത്ത് അത്തരത്തിൽ അപകടമുണ്ടായില്ല? അതോടൊപ്പം തന്നെ ഇത് TVKയും വിജയും താനും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോകാനോ ശ്രമിച്ചതല്ല. പക്ഷേ അങ്ങനെ ഒരു ദുരന്തമുണ്ടായി, കരൂരിൽ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് വിജയ് ചോദിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ കരൂർ അപകടം നടന്നതിന് ശേഷം ഈ അപകടത്തിന് തൊട്ട് പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ആ സമയത്ത് പ്രതികരണം നടത്താത്തതിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിവാദങ്ങളും ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ വിജയുടെ പ്രതികരണം ഉണ്ടാവുന്നത്. കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിജയുടെ TVK പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുന്നു. അവർ പലരും അറസ്റ്റിലാവുന്നു, അവർ റിമാൻഡിലാവുന്നു. ആ തരത്തിലേക്ക് ഈ വിഷയം വലിയ തരത്തിൽ വളരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് TVKയുടെ അധ്യക്ഷനായിട്ടുള്ള ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് വിജയുടെ പ്രതികരണം വരുന്നത്. ഈ ആളുകൾ തന്നോടുള്ള സ്നേഹം കൊണ്ട് നിരവധി ആളുകൾ, ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ കരൂരിൽ ഈ അപകടം നടന്ന ദിവസം ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്രത്തോളം ആളുകൾ വരുന്നതിന് കാരണം തന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം, തന്നോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ വന്നതിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വിജയ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യമാണ് വിജയ് പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് വിജയ് നൽകുന്നത്. ഏതായാലും ഒരു പ്രതികരണം ആദ്യമായി ഈ വിഷയത്തിൽ വിജയ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും ലിജോ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികാരം ചെയ്യുകയാണോ എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല പരിക്കേറ്റവരെ ഉടൻ തന്നെ കാണുമെന്നും അദ്ദേഹം പറയുന്നു. ഈ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ തന്നെ അത് കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ഇക്കാര്യങ്ങളെപ്പറ്റി വിശദമായി അവർ പറഞ്ഞിരുന്നു, ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് വെള്ളിയാഴ്ച പരിഗണിക്കാൻ ഇരിക്കുകയുമാണ്. അതിനുശേഷം ഇത്തരമൊരു സന്ദർശനമൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്ന ഘട്ടത്തിലാണ് വിജയുടെ ഈ വീഡിയോ വരുന്നത്. ഇതിൽ ഈ പ്രതികാരം ചെയ്യുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അത് കൂടുതലായുള്ള ചർച്ചകളിലേക്ക് ഈ ഘട്ടത്തിൽ വഴിവെക്കില്ലേ? എന്താണ് അത് സംബന്ധിച്ച് ലിജോ മനസ്സിലാക്കാൻ കഴിയുന്നത്? വിജയ് ഇപ്പോൾ പറയുന്നത് തന്നെ ലക്ഷ്യം വെച്ചോളൂ പ്രവർത്തകരെ, അതായത് TVKയുടെ പ്രവർത്തകരെ വെറുതെ വിടണം എന്നുള്ളതാണ്. അത് അവരെ ലക്ഷ്യം വെക്കരുത് എന്നുള്ള കാര്യമാണ് വിജയ് പറയുന്നത്. സ്വാഭാവികമായും വിജയ് എന്നുള്ള നടൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായി മാറുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിപ്പോൾ TVK എന്ന പാർട്ടിയുടെ പേരിൽ ഈ ജനങ്ങൾ ഒത്തുകൂടുന്ന അല്ലെങ്കിൽ TVKയുടെ ഒരു പരിപാടി നടത്തുന്നതിന് സ്ഥലം അനുവദിക്കുകയും ആ സ്ഥലത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വലിയ ദുരന്തം ഉണ്ടാവുകയും ഏതാണ്ട് 41 ആളുകൾ മരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ ദുരന്തത്തെ പോലീസ് കാണുന്നത്. അതുകൊണ്ടാണ് പാർട്ടിക്കെതിരെ കേസ് വരികയും പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ആരാണോ ഈ ഇവിടെ പരിപാടിക്കായി ഈ സ്ഥലം ചോദിച്ച് അനുവാദം ചോദിച്ച് അപേക്ഷ നൽകിയത് അവർക്കെതിരെ അടക്കം സംഘാടകർ എന്ന നിലയ്ക്ക് അവർക്കെതിരെ അടക്കം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ആ ആളുകളെ അല്ലെങ്കിൽ ആ പ്രവർത്തകർക്കെതിരെ അവരെ വെറുതെ വിടണം, തന്നെ ലക്ഷ്യം വെച്ചോളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വേട്ടയാടൽ ഉണ്ട്. TVK പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ ഭരിക്കുന്ന
ഭരിക്കുന്ന പാർട്ടി DMK-യുടെയും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെയും വേട്ടയാടലുണ്ട് എന്നുള്ള സൂചന ഇപ്പോൾ വിജയ് നൽകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പുറമെ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇന്നിപ്പോൾ വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയം അതൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇത് കോടതിയിൽ ഈ കേസ് വരുന്നു. വിജയുടെ പാർട്ടി അടക്കം നൽകിയ കേസ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ അറസ്റ്റിലായ ആളുകളെ റിമാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. 3 പേരെ അത്തരത്തിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ റിമാൻഡിലേക്ക് പോകുന്നു. അവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ പല തരത്തിൽ ഈ വിഷയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടിയാണ് വിജയുടെ പ്രതികരണം വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഇന്ന് വിജയ് വ്യക്തമാക്കുന്നുണ്ട്. അത് കരൂരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത് സംസ്ഥാന പോലീസിന്, തമിഴ്നാട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അനുവാദം ചോദിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന പോലീസ് നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയിൽ വിജയ് പോയിട്ടുണ്ട്. കരൂരിൽ പോകാൻ, അതായത് ഈ ഉറ്റവർ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നതിനും പരിക്കേറ്റവരെ കാണുന്നതിനും ആശ്വസിപ്പിക്കാനും അവസരം വേണം എന്നുള്ളതായിരുന്നു വിജയുടെ ആവശ്യം. ആ ആവശ്യം നിലവിൽ തമിഴ്നാട് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കരൂരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. വിജയ് എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ നടന്മാരിൽ ഒരാളാണ്, നായക നടന്മാരിൽ ഒരാളാണ്. അത്രത്തോളം ആരാധകരുള്ള ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തീർച്ചയായും ലിജോ, അങ്ങനെ തന്നെയാണ്. അതിന് വളരെയേറെ പ്രസക്തി ഉള്ള സമയം തന്നെയാണ്. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേട്ട ശേഷം ലിജോയിലേക്ക് മടങ്ങിയെത്താം. அனைவருக்கும் வணக்கம். என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி மட்டும்தான். இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி, அதில் எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம். அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ஒதுக்கி வச்சுட்டு மக்களோட சேஃப்டி மட்டும் மைண்டில் வச்சுக்கிட்டு அதுக்கான இடங்களை சூஸ் பண்ணுறது, அதுக்கான இடங்களை பார்த்து பெர்மிஷன் கேட்குறது, போலீஸ் டிபார்ட்மெண்ட்டில் அதை ரிக்வெஸ்ட் பண்ணி கேட்போம். ஆனால் நடக்கக்கூடாதது நடந்துருச்சு. நானும் மனுஷன் தானே. அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அதை ஒரு காரணம் காட்டி அங்கே வேறு சில பதட்டமான சுச்சுவேஷன்ஸ், வேறு சில அசம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நான் அவாய்ட் பண்ணேன். இந்த நேரத்தில் சொந்தங்களை இழந்து தவிக்கிற அத்தனை குடும்பங்களுக்கும் என்னுடைய ஆழ்ந்த இரங்கலை தெரிவிச்சுக்கிறேன். எனக்கு தெரியும் என்ன சொன்னாலும் இது ஈடையாகாதுன்னு எனக்கு தெரியும். ஹாஸ்பிட்டலில் ட்ரீட் பண்ணிகிட்ருக்கிற எல்லாருமே சீக்கிரமாக க்யூர் ஆகி வரணுன்றதை இந்த நேரத்தில் நான் வேண்டிக்கிறேன். கூடிய சீக்கிரமே உங்கள் எல்லாரையும் நான் சந்திக்கிறேன். இந்த நேரத்தில் எங்களுடைய வலிகளை, எங்களுடைய நிலைமையை புரிஞ்சுக்கிட்டு எங்களுக்காக பேசின அரசியல் கட்சிகளை சார்ந்த நண்பர்கள், தலைவர்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். கிட்டத்தட்ட ஒரு 5 மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம். இந்த மாதிரி எதுவுமே நடக்கல. ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது, எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு.
சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும். எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டு வந்தோம். அதை தாண்டி எந்த தவறும் எங்கள் செய்யலை, நாங்கள் எதுவும் செய்யலை. பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர், அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு பிடிச்சிட்டு இருக்கிறாங்க. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க, அவங்க மேலே கை வைக்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளோட அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னும் தைரியத்தோட കണ്ടിന്യൂ ആക്കും. താങ്ക് യു. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള വിജയുടെ ആദ്യ പ്രതികരണമാണ് നമ്മൾ ഈ കേട്ടത്. അതിൽ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് കൃത്യമായി പറഞ്ഞു വെക്കുന്നു, പ്രതികാരം ചെയ്യുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിജയ് തുറന്നു പറയുന്നു. അതുമാത്രമല്ല, അത് ഹർജിയിലടക്കം സൂചിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ല, ജനങ്ങളുടെ സ്നേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കണമെന്ന് കരുതിയിരുന്നില്ല, ടിവിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു, സത്യം ഉറപ്പായും പുറത്തുവരും എന്നതടക്കം പറഞ്ഞുകൊണ്ടുള്ള കരൂർ ദുരന്തത്തിന് ശേഷമുള്ള നടൻ വിജയുടെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്.